സുഹൃത്തുക്കളെ നമസ്കാരം. ഞങ്ങൾ ഇവിടെ കിർഗിസ്ഥാനിൽ പിന്നീട് പോയൊരു പ്രദേശമാണിത്. കിർഗിസ്ഥാനിനെ സംബന്ധിച്ചിട്ട് ജിയോഗ്രഫിക്കലി കൂടുതലായിട്ടും മൗണ്ടൻസ്, അതുപോലെ തന്നെ വാലീസ്, അങ്ങനെ വളരെ പച്ചപ്പും, അതുപോലെ തന്നെ മലകൾ പോലും മുഴുവനായിട്ട് പച്ചപ്പും, അല്ലെങ്കിൽ മലകളുടെ മുകളിലൊക്കെ തന്നെ വൃക്ഷലതാദികളും അല്ലെങ്കിൽ ഫോറസ്റ്റായിട്ട് ആ രീതിയിൽ കാണപ്പെടുന്ന പ്രദേശങ്ങളാണ് ഇവിടെ കൂടുതൽ. അതായത് ഭൂരിപക്ഷ ഭാഗങ്ങളും മലമ്പ്രദേശങ്ങളാണ്. ഇവിടെ കടലില്ല, മുഴുവനായിട്ടും പുഴകളും തടാകങ്ങളും കൊച്ചു കൊച്ചു അരുവികളൊക്കെയാണ് കിർഗിസ്ഥാനിൽ. കിർഗിസ്ഥാൻ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് സെൻട്രൽ ഏഷ്യയിലെ രാജ്യങ്ങളിലൊന്നാണ്. അതായത് പണ്ടത്തെ USSRലെ 15 രാജ്യങ്ങളിൽ നിന്ന് സ്വതന്ത്രമായിട്ടുള്ള ഒരു രാജ്യമാണ്. നമുക്കറിയാം 1922 USSR രൂപം കൊണ്ടത്. 1991 നമുക്ക് USSR നഷ്ടപ്പെടുകയും ചെയ്തു. അപ്പോൾ യുണൈറ്റഡ് സോവിയറ്റ് സ്റ്റേറ്റ് റിപ്പബ്ലിക്സ്. അപ്പോൾ അതിൽ 15 രാജ്യങ്ങളായിരുന്നു. ബെലാറസ്, കസാക്കിസ്ഥാൻ, മോൾഡോവ, ഉക്രൈൻ, എസ്റ്റോണിയ, അസർബൈജാൻ, കിർഗിസ്ഥാൻ, ലിത്വാനിയ, അർമേനിയ, തുർക്കമെനിസ്ഥാൻ, ജോർജിയ, ഉസ്ബെക്കിസ്ഥാൻ, ലാത്വിയ, താജിക്കിസ്ഥാൻ, പിന്നെ റഷ്യ. ഇത്രയും രാജ്യങ്ങളായിരുന്നു USSRന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതിൽ സ്വതന്ത്രമായിട്ടുള്ള രാജ്യമാണ് കിർഗിസ്ഥാൻ. ഇതിൽ വളരെ നാച്ചുറൽ ആയിട്ടുള്ള വളരെ വലിയ ഉയരങ്ങളിലുള്ള പർവ്വത നിരകളുണ്ട്. അതിലെ ഒരു ഭാഗമാണ് ഈ റെഡ് മൗണ്ടൻസ്. ഇത് ലോകത്തിൻ്റെ ചില രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. ജോർദാനിൽ പെട്ര, അപ്പോൾ അതുപോലത്തെ ഒരു മലയിടുക്കാണിത്. പിന്നെ ഹൈക്കിംഗ്, ഇതിൽ താല്പര്യമുള്ളവർക്കൊക്കെ, ട്രക്കിംഗ് താല്പര്യമുള്ളവർക്കൊക്കെ ഇതിലിങ്ങനെ സഞ്ചരിക്കാം. ഹൈക്ക് ചെയ്തിട്ട് ബഹുദൂരം മുമ്പോട്ട് പോവാം. അഡ്വഞ്ചറസ് ആണ്, വളരെ അഡ്വഞ്ചറസ് ആണ്. ഇടുങ്ങിയ വഴിയാണ്, ഒരാൾക്ക് മാത്രമേ സഞ്ചരിക്കാൻ പറ്റുള്ളൂ. അതിന് ചില സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഡെഡ് എൻഡ് ആണ്. പിന്നെ നമ്മൾ മല ചാടി കടന്നിട്ട് വേണം അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ. അങ്ങനെ ഞങ്ങൾ പോയിട്ട് ഇതിൻ്റെ ഏറ്റവും ടോപ്പിലെത്തി. ഒരു 45 മിനിറ്റ് ബസ് നിർത്തി. അവിടുന്ന് ബസ് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ വണ്ടി സ്പ്രിൻറ്റർ ആയിരുന്നു, മെഴ്സിഡീസ് സ്പ്രിൻറ്റർ. അത് ഓഫ് റോഡിൽ ഏകദേശം ഒരു 22 കിലോമീറ്ററോളം ഓഫ് റോഡിൽ സഞ്ചരിച്ചിട്ടാണ് ഇതിൻ്റെ താഴ്വാരത്തേക്ക് എത്തിയത്, ഈ മലനിരകളുടെ. എന്നിട്ട് അവിടുന്ന് ഒരു 45 മിനിറ്റോളം നോൺ സ്റ്റോപ്പായിട്ട് ഹൈക്ക് ചെയ്തിട്ടാണ് ഇതിൻ്റെ ടോപ്പിലെത്തിയത്. റെഡ് മൗണ്ടൻ കനിയൻ എന്നാണ് ഇതിന് പറയുക. അതൊരു ഭയങ്കര സംഭവമായിരുന്നത്. ശരിക്കും നല്ല ശ്രമകരമാണ് അതിൻ്റെ മീതെ എത്തുക എന്നുള്ളത്. അങ്ങനെ പോയിട്ട് അതിൻ്റെ മീതെ ഏറ്റവും ടോപ്പിലെത്തി കഴിഞ്ഞാൽ ഭയങ്കര വ്യൂ ആണ്. പിന്നെ അവിടുന്ന് അങ്ങനെ താഴത്തേക്ക് ഇറങ്ങുകയും ചെയ്തു. അങ്ങനെ ആരെങ്കിലും ഈ രാജ്യത്തേക്ക് വരുന്നുണ്ടെങ്കിൽ ഒരിക്കലും മിസ്സാക്കാൻ പാടില്ലാത്തൊരു സ്ഥലമാണിത്. ഇതെന്തായാലും നിർബന്ധമായിട്ടും. ഇത് സാധാരണ ഈ ടൂർ പാക്കേജിലൊന്നും ഉണ്ടാവില്ല. കാരണം ഈ ഓഫ് റോഡ് വണ്ടികൾ കുറേ ദൂരം പോകണം. ഞാൻ പറഞ്ഞില്ലേ, 22 കിലോമീറ്ററോളം ഓഫ് റോഡ് പോയിട്ടാണ് മല നിരക്കുകളുടെ താഴ്വാരത്തെത്തുക. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കിർഗിസ്ഥാനിൽ ആരെങ്കിലും വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ പാക്കേജിൽ ഇല്ലെങ്കിലും ഇത് സ്പെഷ്യലായിട്ട് എടുത്തിട്ട് ഇവിടെ നിർബന്ധമായിട്ട് പോകണം. ജീവിതത്തിൽ വളരെ ഒരു അസുലഭ സന്ദർഭമായിരിക്കും ഇപ്പം ഇങ്ങനത്തെ ഒരു ഹൈക്കിംഗ്, അല്ലെങ്കിൽ ഹൈക്കിംഗ് താല്പര്യമുള്ളവർക്ക് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, നല്ല പേർക്കും ശരിക്കും ശാരീരികമായിട്ട് നല്ല ശ്രമകരമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു താല്പര്യമുള്ളവർക്ക് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഇവിടെ നിർബന്ധമായിട്ട് ഇതിൽ പോകാം. രസകരമാണ്, വളരെ അടിപൊളി ഇതാണ്. കയ്യിൽ വെള്ളം, അതുപോലെ അത്യാവശ്യം വേണ്ട കുറച്ച് ചെറിയ സ്നാക്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കരുതിയിട്ട് ബാക്ക് പാക്ക് ആക്കിയിട്ട് അങ്ങനെ യാത്ര ചെയ്ത് പോകാം.